ചേഞ്ചും ടെക്നോളജി ചേഞ്ചും ഒക്കെ എന്താ പറയാനുള്ളത്, പ്രാക്ടീസിൽ വരുന്ന ചേഞ്ചസ്? ലൈക്ക് മ്യൂസിക് എന്ന ഒരു വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ പണ്ടത്തെ കാലത്ത് നമുക്ക് ഒന്നുമില്ല, നമ്മൾ ടീച്ചർ എടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണല്ലോ കൂടുതൽ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതുകൊണ്ടല്ല ടെക്നോളജി എനേബിൾഡ് ആയിട്ട് അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നത്. മിസ്സിന് അത് തോന്നുന്നുണ്ടോ പ്രാക്ടീസ് കുറയുന്നുണ്ട് എന്നൊക്കെ? ഇല്ല, പ്രാക്ടീസ് കുറയുന്നൊന്നും തോന്നിയില്ല. പക്ഷേ നല്ല കാര്യമാണ് എപ്പോഴുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾക്ക് എത്രയോ ഇപ്പം നമ്മൾ ഇതിലൊക്കെ കാണുന്നില്ലേ, TV പ്രോഗ്രാമിലൊക്കെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കണ്ടില്ലേ, അതൊക്കെ അവർ ശരിക്ക് റെക്കോർഡ് കേട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അന്നത്തെ കാലം പോലെയല്ല ഇന്നത്തെ. അതിനൊക്കെയുള്ള നല്ല പിന്നെ സ്റ്റേജിൽ പ്രോഗ്രാം കിട്ടാനും അതിനൊക്കെ ഉള്ള കഴിവുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളാ ടെക്നോളജി പണ്ടത്തെ ഇതിൽ പണ്ട് ഒരു ഏതെങ്കിലും ഒരു ടീച്ചറോ ആരുടെ അവരുടെ അടുത്ത് മാത്രം പഠിച്ച് അങ്ങനെയല്ലേ പോകും. ഇപ്പൊ അതല്ല, അത് എങ്ങനെയൊക്കെ നമുക്ക് ഉയരത്തിലേക്ക് പോവാൻ പറ്റുന്നുള്ളതിനുള്ള പല കാര്യങ്ങളും. അത് വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. കാലത്തെ പാട്ടുകൾ മിസ് ഇപ്പൊ പാടിയപ്പോൾ ഞങ്ങൾ കരോക്കെ ഇല്ലെങ്കിൽ കൂടി എത്രയോ മനോഹരമായിട്ട് നമുക്ക് ലയിച്ചിരിക്കാൻ പറ്റും. പണ്ടത്തെ പാട്ടുകൾക്കാണ് അങ്ങനത്തെ ഒരു ശൈലി ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഫുൾ ബീറ്റ്സും DJ ഒക്കെ ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ മിസ്സിന് എന്താ തോന്നുന്നത്? ലൈക്ക് ഇപ്പോഴത്തെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ് മോളെ. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ കരോക്കെ ഒന്നുമില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടം കരോക്കേനേക്കാളും അത് പ്രായത്തിലായിരിക്കാം ആദ്യം പാടുന്ന പണ്ടത്തെ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടിനെക്കാട്ടൊക്കെ വളരെ ഇഷ്ടം. പഴയ സിനിമ പാട്ടുകൾ എന്ത് കടവത്ത് തോടി അടുത്തപ്പോൾ അതെ, അങ്ങനത്തെ ഓരോ പാട്ടുകളൊക്കെ മിസ് പാടും. രണ്ടുപേരും ആ പണ്ടത്തെ പാട്ടൊക്കെ